വണ്ടാനം മെഡിക്കൽ കോളേജിലെ കത്രിക വിവാദം അത് നമ്മൾ മറന്നിട്ടില്ല. അതിലിതാ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെടുകയാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. ശസ്ത്രക്രിയയുടെ ഉത്തരവാദിത്തം ഡോക്ടർക്കും നഴ്സിനുമുണ്ട്. ആരെയൊക്കെയോ സംരക്ഷിക്കാനാണ് നിലവിലെ അന്വേഷണം നടത്തുന്നത് ഡോക്ടർമാർ തന്നെയാണ്. ഒരാൾക്കെതിരെ മാത്രം നടപടി വന്നാൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും കൂടിയാണ് നഴ്സസ് അസോസിയേഷൻ പറയുന്നത്. ഈ റിപ്പോർട്ട് തന്നെ ഞങ്ങൾ പറയുന്നത് സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ ഈ പറയുന്നത്. എന്നിട്ട് വേണം റിപ്പോർട്ട് തയ്യാറാക്കാൻ. ഇത് പൊടുന്നനെയുള്ള റിപ്പോർട്ടല്ലേ. ഇപ്പോൾ ഒരു സർജറി എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്തം രണ്ടുപേർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആർക്കൊക്കെ? ഡോക്ടർക്കും ഉണ്ട്, നഴ്സും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ നടക്കുന്ന ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന റിപ്പോർട്ടിംഗ് പോലെ ആയിപ്പോയി. സമഗ്രമായ ഒരു അന്വേഷണം വേണം. എന്നിട്ട് ഒരിക്കലും ഒരു നഴ്സ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സാധ്യത നടക്കില്ലല്ലോ. ഡോക്ടർക്കും ഇതിൻ്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ഡോക്ടറാണ്. കാരണം ഇവിടെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അന്വേഷണം നടത്തുന്നതും ഡോക്ടർമാരാണ്. അപ്പോൾ അവർക്ക് ആ റിപ്പോർട്ട് എങ്ങനെ വേണമെങ്കിലും സ്വാധീനിക്കാം, വളച്ചൊടിക്കാം, എല്ലാം ചെയ്യാം. ഗോപാൽ ശീലാസനലാണ് ചേരുന്നത്. ഗോപാൽ, ഇതിലിപ്പോൾ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്നതാണോ ഇവരുടെ പ്രധാനപ്പെട്ട പരാതി? അതെ വിനിത, ഈ അന്വേഷണത്തിൽ കാര്യമായ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ വന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്ന സ്ക്രബ് നഴ്സിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അതങ്ങനെയല്ല. ഇതിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഡോക്ടർക്കാണ് കൂടുതലായി ഉള്ളത്. അതുപോലെ തന്നെ ആ കൂടെയുള്ള നഴ്സിനും ഉത്തരവാദിത്തം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു നഴ്സിന്റെ മാത്രം തലയിൽ കെട്ടിവെച്ച ഈ പ്രശ്നം ഒഴിവാക്കാമെന്ന് കരുതേണ്ടതില്ല എന്നും അതിനോടൊപ്പം തന്നെ ഈ അന്വേഷണം നടത്തുന്നത് ഡോക്ടർമാരാണ്. ഡോക്ടർമാർ തന്നെ ഡോക്ടർമാർക്കെതിരായ അന്വേഷണം നടത്തുമ്പോൾ അത് ആ റിപ്പോർട്ടിനെ സ്വാധീനിക്കാനും അത് വളച്ചൊടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ അന്വേഷണം ഒരു തട്ടിക്കൂട്ടിയ അന്വേഷണമാണ്, അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമില്ലാത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ് എന്ന ഒരു വാദമാണ് ഈ ഘട്ടത്തിൽ നഴ്സുമാർ ഉന്നയിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഒരു നഴ്സിന്റെ തലയിൽ വെച്ച് ഇത് അവസാനിപ്പിച്ച് ഡോക്ടറെ സംരക്ഷിക്കാനുള്ള നീക്കമാണെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിലേക്ക്, ഡ്യൂട്ടി അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും ഇവർ പറയുന്നു. ശരി ഗോപാൽ ശീലാസനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുക തന്നെയാണ്. സമഗ്രമായ അന്വേഷണം വേണമെന്നതാണ് അവരുടെ ആവശ്യം. നമുക്ക്